ഡൽഹി സ്ഫോടനത്തിൻ്റെ മുഖ്യ ആസൂത്രകനെ NIA കണ്ടെത്തി. ഉഖാസ എന്ന അപരനാമത്തിൽ രഹസ്യ കോഡിൽ അറിയപ്പെട്ടിരുന്ന കൊടും ഭീകരനെയാണ് NIA ഒടുവിൽ കണ്ടെത്തിയത്. ഇയാൾ ഇന്ന് ഇന്ത്യയിലില്ല. എവിടെയാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ഇയാൾ ഒളിവിലാണ്. വിദേശത്ത് വെച്ചാണ് ഇയാൾ ഇതെല്ലാം ആസൂത്രണം ചെയ്തതും നടപ്പാക്കാൻ വേണ്ടുന്ന കരുക്കൾ നീക്കിയതും. ഒരു കൂട്ടം ഡോക്ടർമാരെ ഇതിലേക്ക് നയിച്ചത് ഈ ഉഖാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൊടും ഭീകരനാണ്. ഇയാൾ സത്യത്തിൽ ഇന്ത്യക്കാരനാണ്, കർണാടക സ്വദേശിയാണ്. കർണാടകയിൽ ബംഗളൂരു ആണ് ഇയാളുടെ സ്വദേശമെന്ന് കരുതുന്നു. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ NIA ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഇയാളുടെ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ്. 2012 ഇയാൾ നാട് വിട്ടു. അന്ന് 28 വയസ്സുണ്ടായിരുന്നു. ഇയാൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഇയാൾക്ക് ഇന്ത്യയിൽ നടന്ന പല സ്ഫോടനങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അതായത് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ, അതുപോലെ മംഗളൂരു, അതുപോലെ കോയമ്പത്തൂരിൽ ഒരു ജീപ്പിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചെന്ന് കയറി പൊട്ടിത്തെറിക്കാൻ നടത്തിയ ശ്രമം നമുക്കറിയാം. അത് പൂർണ്ണമായിട്ടും വിജയിച്ചില്ല. അതിൻ്റെ എല്ലാം ആസൂത്രകൻ ഇയാളായിരുന്നു. മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ് ഇയാളുടെ പേര്. ഇയാളാണ് ഉഖാസ. 2022 ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് ഷക്കീൽ, അതുപോലെ ഡൽഹിയിൽ സ്വയം പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി, ഈ രണ്ടുപേരും തുർക്കിയിലെ അങ്കാര എന്ന സ്ഥലത്തെത്തി മുഹമ്മദ് ഷാഹിദ് ഫൈസലുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഉഖാസ എന്നാണ്. ഉഖാസ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ചിലന്തി എന്നാണ്. ചിലന്തി വല നെയ്യുന്നത് പോലെ ഇയാൾ ഇന്ത്യയിലെമ്പാടും IS, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നിവയുടെ മോഡ്യൂളുകൾ നെയ്തെടുക്കുകയായിരുന്നു. അതിലേക്ക് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെയും ഒന്നൊഴിയാതെ ആൺ പെൺ വ്യത്യാസമില്ലാതെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മതം മാറ്റപ്പെട്ട ഹിന്ദുക്കളായിരുന്നിട്ട് ക്രിസ്ത്യാനികളായിരുന്നിട്ട് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാരെയും ഇയാൾ റിക്രൂട്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും 2022 മുസമ്മിൽ ഷക്കീൽ എന്ന ഡോക്ടർ ഇയാളെ കാണുകയും ബന്ധപ്പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് മുസമ്മിൽ ഷക്കീലിനെ ഇയാൾ അഫ്ഗാനിൽ അയക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ബോംബുണ്ടാക്കാൻ. അങ്ങനെ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടിയ മുഹമ്മദ് ഷക്കീൽ പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തി. ബോംബുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് 40 വീഡിയോകളാണ് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ഇയാൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്, ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഷക്കീലും ഉമർ നബിയും എല്ലാം ഈ ബോംബുണ്ടാക്കാൻ പഠിച്ചത് ഇയാളിൽ നിന്നാണ്. ഇവർ എത്ര പേർ അഫ്ഗാനിൽ പോയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ NIA പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ മുസമ്മിൽ ഷക്കീൽ അഫ്ഗാനിൽ പോയിരുന്നുവെന്നും അവിടെ നിന്ന് പരിശീലനം നേടി എന്നും ഉള്ള വിവരം NIA പുറത്തുവിടുന്നു. ഈ വിഷയത്തിൽ, അതായത് ഡൽഹി സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യം ഇതിന് IS ബന്ധമുണ്ട് എന്ന വാർത്ത പുറത്തുവിട്ടത് ഭാരത് ലൈവ് ആയിരിക്കണം. കാരണം അന്ന് മറ്റാരും തന്നെ ഇതിനെ സംബന്ധിച്ച, പ്രത്യേകിച്ചും മലയാളത്തിലെ ഒരു മാധ്യമം പോലും IS ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. എല്ലാവരും പാകിസ്ഥാൻ്റെ പുറകിലായിരുന്നു. ശരിയാണ്, പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഒക്കെ ഇതിൽ പങ്കുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന, നമ്മൾ വേരോടെ ഇന്ത്യയിൽ നിന്ന് പിഴുതു കളഞ്ഞു എന്ന് കരുതിയിരുന്ന ഭട്കൽ സഹോദരന്മാർ രൂപം കൊടുത്ത ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടന ഇപ്പോൾ ഇതിൽ ബന്ധമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഭീകര സംഘടനയെ നമ്മൾ വേരോടെ പിഴുതു കളഞ്ഞു എന്നാണ് ആശ്വസിച്ചിരുന്നത്. കർണാടകയിലെ ഭട്കൽ ഗ്രാമം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇവർ അവരുടെ എല്ലാ സോഴ്സുകളും ഇല്ലാതാക്കി, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നശിപ്പിക്കാൻ നമ്മുടെ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. NIA പോലെയുള്ള ഏജൻസികൾ അതിനുവേണ്ടി രാവും പകലും പണിയെടുത്തിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴിതാ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യൻ മുജാഹിദീൻ അങ്ങനെ ഒന്നും തീർന്നിട്ടില്ല. അവർ അല്പാൽപ്പം ബാക്കിയുണ്ട് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ മുജാഹിദീൻ, ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറേഷ്യ പ്രൊവിൻസ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന ഇതിൻ്റെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ബംഗ്ലാദേശ് വെർഷനുണ്ട്. സൈഫുള്ള സൈഫി എന്ന കൊടും ഭീകരൻ, മസൂദ് അസറിൻ്റെ വലങ്കയ്യായ കൊടും ഭീകരൻ നയിക്കുന്ന
നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് ലഷ്കർ ഇ തോയ്ബയുണ്ട്, ബംഗ്ലാദേശ് ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്. അവരും ഒക്കെ ഇതിനകത്ത് ഭാഗഭാക്കാണ്. അവരെല്ലാവരും ചേർന്നാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. ഇതിൻ്റെ ആസൂത്രണം നടന്നത് തുർക്കിയിലെ അങ്കാരയിലാണ്. 2022 മുതൽ അവർ ആസൂത്രണം ചെയ്ത പരിപാടികൾ ആരംഭിച്ചതാണ്. അത് നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുത്താൻ നമ്മുടെ ഏജൻസികൾക്ക് സാധിച്ചു. പക്ഷേ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ഒരു ഡോക്ടർ, ഉമർ നബി എന്ന ഒരു ഡോക്ടർ മാത്രം അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും അയാൾ പരിഭ്രാന്തനായി താൻ പിടിക്കപ്പെടുമല്ലോ, തൻ്റെ കൂട്ടാളികളെല്ലാം പിടിക്കപ്പെട്ടു, ഇനി താനും പിടിക്കപ്പെടുമല്ലോ എന്ന് ഭയന്ന് പരിഭ്രാന്തനായി ഡൽഹിയിൽ നടത്തിയ സ്ഫോടനമാണ് 13 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുത്തിയത്. എന്തായാലും അതിൻ്റെ എല്ലാം മുഖ്യ ആസൂത്രകനായ ചിലന്തി എന്നറിയപ്പെടുന്ന ഉഖാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, ആ വാക്കിൻ്റെ അർത്ഥം ചിലന്തി എന്നാണെന്ന് ഞാൻ പറഞ്ഞു. ചിലന്തി വല നെയ്യുന്നത് പോലെ നെയ്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരുപാട് ചെറുപ്പക്കാരെ, 312 ഡോക്ടർമാരെ, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകളെ, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരല്ലാത്ത ജീവനക്കാരെ ഒക്കെ ഇതിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധി കേന്ദ്രമായ മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികളുമായിട്ട് NIA മുന്നോട്ട് പോവുകയാണ്. ഇയാൾ എവിടെയുണ്ട് എന്നുള്ള വിവരം NIA ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇയാളെ കണ്ടെത്തിയിട്ടുണ്ടാകാം, ഇയാൾ NIAയുടെ കസ്റ്റഡിയിലായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. ഇയാളാണ് ഇതിൻ്റെ ആസൂത്രകൻ, ഇയാളാണ് ഇത്രയും പേരെ റിക്രൂട്ട് ചെയ്ത് ഇതിനു വേണ്ടി ഉള്ള പണിയെടുത്തത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇനി ഇയാൾക്ക് ഇതിനുള്ള പ്ലാറ്റ്ഫോം എവിടെ നിന്ന് ലഭിച്ചു ഇങ്ങനെ പ്രവർത്തിക്കാൻ? ഇയാൾക്ക് മറ്റെന്തൊക്കെ സഹായം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറ്റാരൊക്കെയായിട്ടാണ് ഇയാൾക്ക് ബന്ധം ഇന്ത്യക്കകത്തും പുറത്തും? ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും NIA വളരെ കൃത്യമായി സ്ഫോടനം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഭാഗികമായിട്ടെങ്കിലും ഇതിൻ്റെ വേരെറുക്കാൻ സാധിച്ചു. പക്ഷെ ആ വേര് ചെന്നെത്തി നിൽക്കുന്ന തായ്വേര് ഏതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ തായ്വേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന വ്യക്തിയാണ്, കർണാടക സ്വദേശിയാണ്. അയാൾ ഇതാ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഉഖാസ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ കൊടും ഭീകരൻ കർണാടക സ്വദേശിയാണെന്നുള്ള വിവരം ഉറപ്പിച്ചിരിക്കുകയാണ് NIA.